നമസ്കാരം മേഡം. നമസ്കാരം നമസ്കാരം. വരൂ വരൂ. ആയുർവേദ ഡോക്ടർ ഗീത മേഡം. ഗീത നന്ദ. നമസ്കാരം. ശരി, പറയൂ, എന്താ പ്രശ്നം? എന്താ പേര്? ആറ് പേര് മേഡം. നിങ്ങളുടെ പേര്? എൻ്റെ പേര് രാമദാസ്. രാമദാസ്. വയസ്സോ? അങ്ങനെ കൂട്ടിയിടുമൊക്കെ ഒരു 62 63. ഓ ശരി. എന്താ പ്രശ്നം? ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ മുട്ടിയൊക്കെ വേദന, പിന്നെ ഇരുന്നാലേ കസാലയിൽ ഇരിക്കുമ്പോൾ പിന്നെ അത് മുതുവൊക്കെ വേദന. ശരി, കടക്കാണ് വിചാരിച്ചാൽ ഈ തല ഉണ്ടല്ലോ അവിടെ ഒക്കെ വേദന. ഈ വയസ്സിൽ അതൊക്കെ ഉണ്ടാവും, ചിലർക്കൊക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഒരു മണിയായ അങ്ങനെ തല നമ്മൾ ഫാൻ സുത്തുന്നില്ല, അത് ഫാൻ പോലെ അന്ന് തല സുത്തും കരയാം. 1 മണിയായാലേ? പകല 1 മണിയാണ്. പിന്നെ ദൂരത്ത് ആരോ വരുന്ന പോലെ കാണും. അടുത്ത് പോയി നോക്കിയാൽ ഒരാളല്ല അവിടെ, കാണണേ ഇല്ല. ദൂരത്തിൽ ഇരിക്കുമ്പോൾ ആരോ അവിടെ നിൽക്കുന്ന പോലെ തോന്നും. അടുത്ത് വന്നാൽ കാണുന്നില്ല. അടുത്ത് പോയി നോക്കിയാൽ ഒരുത്തരമില്ല അവിടെ. അപ്പോൾ കണ്ണിലെന്തോ കുഴപ്പമുണ്ട്. അതേപോലെ ഇപ്പോൾ ഡോക്ടറിന് എന്തൊക്കെ സംസാരിക്കണം തോന്നും. ഞാൻ കുറച്ച് അങ്ങനെ കേട്ടാലേ എന്തൊക്കെ സംസാരിക്കണ പോലെ ഒരു ഇത്. കാതും ശരിക്കും കേൾക്കണില്ല അല്ലേ? അതെ. അതേപോലെ ഭയങ്കര വിശപ്പുണ്ടാവും. അതും എല്ലാവർക്കും ഉണ്ടാവും. വിശക്കുമ്പോൾ കഴിക്കുമ്പോൾ വായുവൊക്കെ ഭയങ്കര കസപ്പാണ്. ഓ അത് ശരി. അതുകൊണ്ട് ഡോക്ടർമാർക്ക് ഒന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യാം? അതേപോലെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബോഡി എൻ്റെ പുറകെ വരണ പോലെ ഒരു തോന്നലാണ്. ബോഡി എൻ്റെ പുറകെ വരുന്ന പോലെ ഒരു തോന്നലാണ്. പിന്തുടർന്ന് വരണം. പിന്നെ തിരിഞ്ഞ് നോക്കിയാൽ ഒരാളവിടെ കാണും. ഓ അങ്ങനെയുണ്ട്. പിന്നെയും കുറച്ച് നടന്നാലോ പിന്നെയും എന്നെ ഫോളോ പണത് പോലെ ഒരു തോന്നും. ശരി. പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരാളും കാണും. ഇതിപ്പോൾ എത്ര കാലമായി തുടങ്ങിയിട്ട് ഇതൊക്കെ? ഇത് കൊള്ളങ്ങളായി. ഇതിപ്പോഴാണ് വരണേ. ഞാൻ കൂടുതലായി. ഇങ്ങനത്തെ അസുഖങ്ങൾ, ഇത് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, കുറേ ആൾക്കാർ തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ ആയുർവേദത്തിൽ മനഭ്രാന്തി എന്നൊക്കെ പറയും. ഭ്രാന്തിയോ? ഭ്രാന്തി അല്ല, ഞാൻ വിസ്കിയെ കുടിക്കുള്ളൂ. ഭ്രാന്തി അല്ല, മനഭ്രാന്തി. ഓ മനഭ്രാന്തി. മനസ്സിലുള്ള കുഴപ്പങ്ങൾ, അതിനതാ കാരണം. ഞാൻ ഭ്രാന്തിനെ വിചാരിച്ചു. ഇപ്പോ അതിന് ഞാനൊരു മരുന്ന് എഴുതി തരാം, കുറച്ച് മരുന്ന് എഴുതി തരാം. ഒരു കഷായം കുടിക്കുന്ന പോലെ എഴുതി കൊടുത്തു. കഷായം കുടിക്കാനേ ചെയ്യാം. ഒരു കഷായം ഒരു 3 ടാബ്ലറ്റ് എഴുതി തരാം. കഷായം എങ്ങനെ കുടിക്കുക വെച്ചാല്, രാവിലെ ഭക്ഷണത്തിന് മുമ്പേ 3 സ്പൂണ് കഷായം എടുത്തിട്ട് അതിൽ 3 സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുടിക്കുക ഭക്ഷണത്തിന് മുമ്പേ. ഓ ഇങ്ങനെ വെള്ളത്തിൽ 2 വെള്ളം മിക്സ് ചെയ്തിട്ട് കുടിക്കണം പോലെ. അതേമാതിരി ഉച്ചയ്ക്ക് അതേമാതിരി ഭക്ഷണത്തിന്റെ മുമ്പ് കുടിക്കുക, രാത്രി ഭക്ഷണത്തിന്റെ മുമ്പേ കുടിക്കുക, ചൂടുവെള്ളം 3 സ്പൂൺ എടുത്തിട്ട്. അതിന് ശേഷം ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ടല്ലോ, അത് 3 ടാബ്ലറ്റ് ഉണ്ട്. അത് രാവിലെ ഭക്ഷണത്തിന് ശേഷം 3 എണ്ണം, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം 3 എണ്ണം, രാത്രി ഭക്ഷണത്തിന് ശേഷം 3 എണ്ണം കഴിച്ചിട്ട് വിഴുങ്ങിയിട്ട് വെള്ളം കുടിക്കുക. അവ മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. വിസ്കില് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കുന്ന പോലെ. എന്താ നിങ്ങൾ എന്ത് ഇല്ലേ? ഇല്ല മേഡം, വിസ്കിൻ്റെ ഉള്ള വെള്ളത്തെ അതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഞാൻ വിസ്കിയെ പറ്റിയല്ല പറയുന്നത് ഇവിടെ.
മരുന്നിനെ പറ്റിയിട്ടാ പറയുന്നത് കേക്ക്. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പിന്നെ ടാബ്ലറ്റ് 3 കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം മേലെ കുടിക്കുക. രാവിലെ ഭക്ഷണത്തിന് ശേഷം, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം, രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിക്കുക. എന്നിട്ട് ഇത് കഴിച്ചിട്ട് ഈ മരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞ് എന്നെ വന്ന് കാണും. അതിൻ്റെ പുരോഗതി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കുടിക്കണം അത്രയാണ്. കുടിക്കണ മരുന്ന് തന്നെയല്ല. അപ്പോൾ മാത്രമൊക്കെ എഴുതി കൊടുത്തു ഞാൻ മേടിച്ചോ. ഇങ്ങനെ സോമയുണ്ട്. കണക്കുകാരല്ലേ അതുണ്ടാവും. ഈ ആദ്യത്തെ ഇത് കഷായമാണ്. 3 സ്പൂണ് കഷായം, 3 സ്പൂണ് വെള്ളം ഭക്ഷണത്തിൻ്റെ മുമ്പേ 3 നേരം. ഈ 3 ടാബ്ലറ്റ് 3 കഴിച്ചിട്ട് വെള്ളം കുടിക്കുക. രാവിലെ ഭക്ഷണത്തിന് ശേഷം, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം, രാത്രി ഭക്ഷണത്തിന് ശേഷം. ഇത്രയേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണണം. എങ്ങനെയുണ്ട് എന്ന് ഞാൻ നോക്കട്ടെ. ഇപ്പം മാഡം അങ്ങനെ എഴുതി കൊടുത്തിരിക്കണല്ലോ. എന്തൊക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അത് എന്താണ് എനിക്ക് മനസ്സിലായി. അതിപ്പോൾ സാരമില്ല, അത് ഞങ്ങളുടെ മെഡിക്കൽ ഭാഷയാണത്. മെഡിക്കൽ ഭാഷ. അവിടെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ. ഉണ്ട്. അവിടുന്ന് ഇതെല്ലാം വാങ്ങിച്ചാൽ മതി, അവർക്ക് മനസ്സിലാവുമത്. ഓക്കെ. അപ്പോൾ മാഡത്തിന് ഫീസ് എനിക്ക് എൻ്റെ ഫീസ് 500 രൂപ. 500. 500. അപ്പോൾ ഈ മാത്രക്കൊക്കെ എത്ര മാത്ര ഏകദേശം പറയുകയാണ് ഞാൻ. അവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള എമൗണ്ട് പറയും. അവിടെ പറയും. ഒരു 2500-ന്റെ ഉള്ളിലാവും. 2500-ന്റെ ഉള്ളിലാവും. ഈ 500 ചേർത്ത് ഒരു 3000-ന്റെ ഉള്ളിലാവും. എല്ലാം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് 3000-ന്റെ ഉള്ളിലാവും. അത് മെഡിക്കൽ ഷോപ്പിൽ കൊടുത്താൽ ഞാൻ 3000 ആവും. 3000 ആവും. 3000 അതവിടെ കൊടുത്താൽ എൻ്റെ ഫീസ് എല്ലാം ചേർത്ത്. എന്തായി? ഹലോ മണി ഇവിടെ പാടാ. ഇയാള് ബോധം കെട്ടു തോന്നുന്നു. അയ്യോ, എന്ത് പറ്റി? വിളിച്ചാ കേൾക്കുന്നില്ല. ഓടി വാ, ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. മണി ഇവൻ എവിടെ പോയോ? ആള് പോയോ? ഭഗവാനെ.